ഇനിയുള്ള വികസന സാധ്യതകൾ എന്തൊക്കെയാണ്? നല്ല സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്രയധികം വൈവിധ്യങ്ങളുള്ള കാർഷിക വൈവിധ്യങ്ങൾ തന്നെയുള്ള ഒരുപാട് അന്യം നിന്ന് പോകുന്ന സസ്യലതാദികൾ, അതുപോലെ തന്നെ ഔഷധങ്ങൾ. വയനാടിൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്, അനുഗ്രഹിച്ച പ്രകൃതിയാണ്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ കൃഷി ചെയ്യാൻ ഒരാൾ തുടങ്ങിയാൽ തന്നെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം അവർക്ക് വിളവെടുക്കാൻ കഴിയുന്നില്ല. ഇത് സാധാരണഗതിയിൽ അപ്പോൾ ഞാൻ പലയിടത്തും പോയി, ചിലയിടത്തൊക്കെ നമ്മൾ ഈ വാഴ കൊണ്ട് തന്നെ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. രണ്ട് പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ നേന്ത്രക്കൊലയും അതുപോലെ പശു വളർത്തലുമാണ്. ഇത് രണ്ടും വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ വാഴ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഇതെടുത്ത് വരുമ്പോഴേക്കും തന്നെ പന്നിയോ എന്തെങ്കിലും വന്നിട്ട് നശിക്കും. വന്യമൃഗശല്യം കാരണം ഒരു കൃഷിക്കും വിളവെടുക്കാൻ കഴിയില്ല. വാഴയായാലും ചേമ്പായാലും കപ്പയായാലും ഇതൊക്കെ ഇവിടുന്ന് പോകുന്ന സാധനങ്ങളാണ്. അതിനൊക്കെ വലിയ ഇടിവാണ് അതിലുണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഒരു മാർക്കറ്റ് ഇല്ല നമുക്ക്. ഇപ്പോൾ ഇവിടുത്തെ ഏലമായാലും കാപ്പിയായാലും തേയിലയായാലും ഇതൊക്കെ ഒരു കർഷകൻ്റെ കൂടെയല്ല, അത് വേറെ ഒരു ഇടത്തട്ടുകാരോ അല്ലെങ്കിൽ അവർക്കാണ് ലാഭം. ഇവർക്ക് കർഷകർക്ക് ലാഭമുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു മാർക്കറ്റ് കണ്ടെത്താൻ അവർക്ക്. ഞാൻ പണ്ട് പോലെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു അഗ്രോ പാർക്ക്, ഇത്രയധികം കാർഷിക വിഭവങ്ങളുള്ള ഒരു സ്ഥലത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ, അതിന് മാർക്കറ്റ് കണ്ടെത്താൻ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആരും ഇതുവരെ ചിലപ്പോൾ ചർച്ച ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ കാപ്പി 100-150 രൂപ ഒരു കിലോ കാപ്പി കുരുവിന് വിലയുണ്ടെങ്കിൽ ബ്രൂക്ക് ബോണ്ട് എന്ത് ചെയ്യുന്നു? അവന് അവിടുന്ന് കാപ്പി എടുത്തിട്ട്, എക്സാമ്പിളാണ്, ഒരു ചെറിയ എക്സാമ്പിൾ, അവൻ ആ കാപ്പി എടുത്തിട്ട് ചിക്കറി ചേർത്ത്, ഒരു ടെക്നോളജീന് ആവശ്യമില്ല കാപ്പിപ്പൊടിക്ക്, ആ ചിക്കറി ചേർത്ത് അവൻ മില്ലിൽ പൊടിച്ച് അവൻ്റെ സ്വർണ്ണ പാക്കറ്റിലാക്കിയിട്ട് ബ്രൂക്ക് ബോണ്ടിൻ്റെ കോപ്പി നമ്മൾ തന്നെ, ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. അതായത് ഇവർ വേറെ എവിടെയെങ്കിലും അമേരിക്കയിലോ ജപ്പാനിലോ കൊണ്ടുപോയിട്ട് കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല. നമ്മളെ കൽപ്പറ്റ അങ്ങാടിയിൽ തന്നെ നമ്മൾ 10 ഇരട്ടി വിലയ്ക്ക് നമ്മൾ കാപ്പിപ്പൊടി വാങ്ങുന്ന ഒരു സ്ഥിതി വന്നിരിക്കുക. ഇപ്പോൾ തൊട്ടടുത്ത കോഴിക്കോടായാലും മലപ്പുറം ആയാലും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ ഇങ്ങനെയാണ് നടക്കുന്നത്. സത്യത്തിൽ ഇവിടുത്തെ കർഷകന് അതിനുള്ള ഒരു ഗവൺമെൻറ്റിന് ഇതിനൊന്നും ഒരു ടെക്നോളജി ആവശ്യമില്ല. എത്രയോ കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്നു, എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ പൂട്ടിക്കിടക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടെ ആളില്ല. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര വിപണിയിൽ തന്നെ നമുക്ക് അവർക്ക് കർഷകർ ഗുണം കിട്ടും. ഇത് നാളികേരത്തിന് ഈ പ്രശ്നമുണ്ട്. കാരണം തേങ്ങാ ചമ്മന്തിയും പിന്നെ തേങ്ങാപ്പാലും ഒക്കെ ടെട്രാ പാക്കറ്റിലാക്കിയിട്ട് വേറെ ആൾക്കാരാണ് അതിൻ്റെ ലാഭം കൊയ്യുന്നത്. നമ്മളെ കർഷകൻ കിട്ടും. ഇളനീരിൻ്റെ സ്ഥിതി തന്നെ നമുക്കറിയാം. അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ വയനാട്ടിലുണ്ട്. ഇപ്പോൾ കാപ്പി തന്നെ ഏറ്റവും വലിയൊരു ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് സമ്പ്രദായം. നമ്മൾ ആരും ഇതുവരെ ഒരു എം പിയോ എം എൽ എയോ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനങ്ങളോ ഒന്നും കർഷകരെ സഹായിക്കാൻ ഇതുവരെ വന്നില്ല. എനിക്ക് നല്ലൊരു വിഷൻ ഇക്കാര്യത്തെക്കുറിച്ചുണ്ട്. ഞാൻ ഈ വയനാട്ടിൽ വരുമ്പോൾ ഒരു പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. വയനാട്ടിലെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അതൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വിഷണറി ലീഡർഷിപ്പിൻ്റെ അഭാവം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വന്നിട്ടും അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം.